ഇതെന്താ കോലാഹലം എന്നല്ലേ, ഈസ്റ്റേൻ്റെ ചിക്കൻ മസാല വെച്ച് ഒരു റെസിപ്പി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കോലാഹലമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ ഫസ്റ്റ് പാക്കറ്റ് ഇങ്ങനെ മാജിക്കലി പറന്ന് വരുന്ന സീൻ എടുക്കണം. അപ്പോൾ മേളിലേക്ക് 3-4 വട്ടം എറിഞ്ഞ് ഇങ്ങനെ അതേ പൊക്കി കാണിക്കുക. ഇനി നമുക്ക് റെസിപ്പി കാണാട്ടെ. അപ്പോൾ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫുൾ ചിക്കനാണ് എടുത്തത്. പിന്നെ അതിൻ്റെ കാലും കൂടി ആയപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്ക് ഭയങ്കര ഓറാന്ന് വെച്ച് കാലിൽ നൈസായി ഒടിച്ചു കളഞ്ഞു വിട്ടാൽ. ഇതൊക്കെയാണ് ഫസ്റ്റ് മാരിനേഷനുള്ള സാധനം. ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു കുത്തുമ്പോൾ ദേ ഇങ്ങനെ മാജിക്കലി പേസ്റ്റ് ആയിട്ട് വരും. ഒന്നല്ല, മിക്സിയിൽ അരച്ചെടുക്കുക. ഫസ്റ്റ് പാത്രം എടുത്ത് ഒരു കുത്തുക, എന്നിട്ട് കുറച്ച് തൈര് ഇടുക അതിൽ. പിന്നെ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എന്നീ സാധനങ്ങളും അതിലേക്കിടുക കേട്ടോ. അടുത്താണ് നമ്മുടെ താരം ഈസ്റ്റേൺ ചിക്കൻ മസാല അങ്ങോട്ട് സ്റ്റൈലായിട്ട് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് കുറച്ച് നല്ലോണം ആ മാരിനേഷനിലേക്ക് അങ്ങോട്ട് ഇടുക. ഇതൊരു വീഡിയോ ഷൂട്ട് ആയതുകൊണ്ട് തന്നെ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി വരുത്താനായിട്ട് പാക്കറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, 1 ടീസ്പൂണൊക്കെ മതി. പിന്നെ ഒരു നാരങ്ങ കട്ട് ചെയ്ത് അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുക. ഒരു വിസ്ക് എടുക്കുക, നന്നായി ഇങ്ങോട്ട് ഇളക്കുക. പിന്നെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ മുഖ്യമായതുകൊണ്ട് ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്ന് നന്നായി ഇളക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ മാരിനേഷൻ സെറ്റാണ്. എന്താ ഉദ്ദേശിച്ച മാരിനേഷൻ സെറ്റാണെന്നാണ്. ഇനി ഇത് നമ്മളിങ്ങനെ കഴിഞ്ഞൊടിക്കുമ്പോൾ മാരിനേറ്റ് ആവില്ല, പക്ഷെ നന്നായി മാരിനേറ്റ് 1/2 മണിക്കൂർ വെച്ച് കുക്കർ എടുത്തൊരു കുത്തകട കുത്തുക. ഇതിൻ്റെ പേരാണ് കേരള ചിക്കൻ സ്റ്റീം റോസ്റ്റ്, അതായത് ആവിയിൽ വേവിക്കുന്ന ചിക്കനാണ്. അപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരു സ്റ്റീൽ പാത്രം സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മീതെ വയ്ക്കുക. എന്നിട്ട് അത് മിൽക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനെ അങ്ങോട്ട് ഇറക്കി വയ്ക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ബ്രാൻഡ് വിസിബിലിറ്റിക്ക് കുറച്ച് കോട്ടൺ തട്ടാതിരിക്കാനായിട്ട് വീണ്ടും ചിക്കൻ മസാല പാക്കറ്റ് എടുത്ത് തട്ടിമുട്ടിയൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല എടുക്കാം കേട്ടോ. അടുത്ത് ഗ്യാസ് കത്തിക്കുന്ന സീനാണ് ഗൈസ്. ഞാൻ ഗ്യാസ് ആസ്തറ്റിക്കലി കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലൈറ്റർ എടുത്ത് 3-4 കുത്തിയിട്ട് ഗ്യാസ് ഇതേ കത്തി. അടുത്ത സ്റ്റെപ്പ് കുക്കർ അടുപ്പത്ത് വെക്കുന്നതാണ്. പക്ഷേ ആ ഷോട്ട് എന്നെ കൊണ്ട് ഭംഗിയിൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അകത്തിരുന്ന് പണി ചെയ്യുന്ന ഹസ്ബൻഡിനെ വിളിച്ച് വരുത്തിയിട്ട് എൻ്റെ വീഡിയോ എടുപ്പിച്ചു. പിന്നെ ഈ കൈകൊണ്ട് ചൂണ്ടിക്കാണിക്കുക വിസിലിടണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ നോട്ട് ദ പോയിൻറ്റ്, വിസിലിടാതെയാണ് ഇത് ആവിയിൽ വേവിക്കേണ്ടത്. ഒരു 3/4 മണിക്കൂറോളം ആവിയിൽ വേവിക്കുക. അപ്പോൾ ഇത് 3/4 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ കുക്കറൊക്കെ സെറ്റായിട്ടുണ്ട്. അത് തുറക്കുമ്പോൾ ഇത് ഇങ്ങനെ നല്ല വെള്ളത്തോടു കൂടി ചിക്കനൊക്കെ വെന്ത് നല്ല പരുവായിട്ടിരിക്കുന്നുണ്ടാവും. ചിക്കൻ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടെൻഡറും ജ്യൂസി ആയിരുന്നു, സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കാട്ടി മസാല സത്യം പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോയി. ആസ്തറ്റിക്സ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ചേമ്പല വെട്ടിക്കൊണ്ടുവന്നു. ഇത് വാഴയില കിട്ടാനില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് ചിക്കൻ അതിൽ പ്ലേസ് ചെയ്തു കേട്ടോ. വീണ്ടും ഭംഗിയിൽ പ്ലേസ് ചെയ്യുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലെങ്കിലും ആവിയിൽ നിന്ന് ഇറങ്ങിയ നല്ലോണം ചാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചാറൊക്കെ അതിൻ്റെ മീതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഈ ചാറ് കൂട്ടിയിട്ട് ഞാൻ നെയ്ച്ചോറ് കഴിച്ചു, അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ചിക്കനേക്കാളും ചാറ് നല്ല ഇഷ്ടമായി. ചാറിൽ മസാലയൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ ഇത്തിരി ഡെക്കറേഷൻ മല്ലിയിലേക്ക് ആക്കാം. പിന്നെ നിങ്ങൾക്ക് ഇത്ര മസാല വേണമെങ്കിൽ ഇതിലുള്ള മസാല കുറച്ചിട്ടാൽ മതി. ഭയങ്കര ഹെൽത്തിയാണ്, കാരണം നമ്മൾ ഒട്ടും എണ്ണയൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇനി അടുത്ത ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡ് ഷോട്ട്സ് ആണ്. അതായത് പെർഫെക്റ്റ് ടേസ്റ്റ്, പെർഫെക്റ്റ് സ്മെല്ല് എന്നൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ടേസ്റ്റും സ്മെല്ലൊക്കെ നന്നായിട്ടിരുന്നു. ഈസ്റ്റേൺ ചിക്കൻ മസാല ഞങ്ങൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ്. അത് അവരുടെ മുളക് പൊടി ആയാലും എന്തായാലൊക്കെ ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. എന്നാലും ഈ പെർഫെക്റ്റ് ഷോട്ട്സ് ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. എന്നാലും അങ്ങനെ 3-4 ടേക്കിന് ശേഷം എൻ്റെ വീഡിയോ ഷോട്ട്സൊക്കെ നന്നായിട്ട് വന്നു. സോ ഫൈനൽ ഔട്ട്പുട്ട് ഏകദേശം ഇങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മുടെ ഈസ്റ്റേൺ ചിക്കൻ മസാല വെച്ചിട്ടുണ്ടാക്കിയ സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടാണ് കേട്ടോ കേരള സ്റ്റീം റോസ്റ്റ് ചിക്കൻ. അല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഡയറ്റും ഒക്കെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കഴിയും. അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലയും മാരിനേഷൻ വെച്ച് ഇത് നോക്കാം. നമ്മൾ ഓവനിലോ അല്ലെങ്കിൽ ഗ്രില്ലിലൊക്കെ വെച്ചുണ്ടാക്കുന്നേക്കാളും ഭയങ്കര സോഫ്റ്റാണ്, കാരണം ആവിയിലാണല്ലോ വേവിക്കുന്നത്. വെക്കുമ്പോൾ ഒരു 40-45 മിനിറ്റ്സ് ആവിയിൽ വെച്ച് വിസിലിടാതെ വേവിക്കാൻ ശ്രമിക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഗൈസ്. ഡു സപ്പോർട്ട് മീ. സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.